സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. എബ്രായർ അധ്യായം 11 13 തിരുവചനം. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. കർത്താവിൽ പ്രിയരെ, ഇവിടെ നാം വായിച്ചു കേട്ട എബ്രായർ 11:13 വിശ്വാസ വീരന്മാരുടെ മരണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഥവാ അവർ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമായി പാർത്തപ്പോൾ ദൈവത്തിനു വേണ്ടി അവർ എന്ത് ത്യാഗം സഹിച്ചു, മരണം വരെ അവരുടെ വിശ്വാസത്തിനു വേണ്ടി പോരാടി എന്ന് നാം കാണുന്നു. ഈ ഭൂമിയിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം വിശ്വാസ വീരന്മാരുടെ, അഥവാ നാം വായിച്ചു കേട്ട വിശ്വാസ വീരന്മാരുടെ ജീവിതം പോലെ ധന്യമായി തീരുവാൻ നമുക്ക് ആവശ്യമായിരിക്കുന്ന അത്യന്താപേക്ഷിതമായ ഒരു വിഷയമാണ് ദൈവത്തിലുള്ള വിശ്വാസം. ആ ദൈവത്തിലുള്ള വിശ്വാസം പ്രാപിച്ച് ദൈവത്തിനു വേണ്ടി നിലനിന്ന് ദൈവത്തിനു വേണ്ടി പോരാടി ദൈവത്തിനു വേണ്ടി രക്തസാക്ഷികളായി തീർന്ന ഒരു കൂട്ടം പേരുടെ പട്ടികയാണ് എബ്രായ ലേഖനത്തിൽ നാം കാണുന്നു. അവരിൽ ഒരു വലിയ സംഘമുണ്ടായിരുന്നു. അവർ വിശ്വാസത്താൽ രാജ്യങ്ങളെ അടക്കി, അവർ വിശ്വാസത്താൽ നീതി നടത്തി, അവർ വിശ്വാസത്താൽ വാഗ്ദത്തം പ്രാപിച്ചു, അവർ വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടച്ചു, അവർ വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി, അവർ വിശ്വാസത്താൽ വാളിൻ്റെ വായ്ക്ക് തെറ്റി, വിശ്വാസത്താൽ അവർ ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, വിശ്വാസത്താൽ യുദ്ധത്തിൽ വീരന്മാരായിത്തീർന്നു, അവർ വിശ്വാസത്താൽ അന്യന്മാരുടെ സൈന്യങ്ങളെ തോൽപ്പിച്ചു അഥവാ ഓടിച്ചു. വിശ്വാസം മൂലം അവരിൽ ചില സ്ത്രീകൾക്ക് മരിച്ചവരെ പുനരുത്ഥാനത്താൽ തിരികെ ലഭിച്ചു. മറ്റു ചിലർ നല്ലൊരു പുനരുത്ഥാനത്തിനായി അവർ ഉദ്ധാരണം കൈക്കൊള്ളാതെ, അഥവാ വിടുതൽ സ്വാതന്ത്ര്യം സ്വീകരിക്കാതെ ഭേദ്യമേറ്റു. അവരുടെ വിശ്വാസത്തിനു വേണ്ടി അവർ രക്തസാക്ഷികളായി തീർന്നു എന്നാണ് നാം കാണുന്നത്. ഇവരെല്ലാവരും വിശ്വാസത്തിനു വേണ്ടി നിലനിന്നവരാണ്. ഇവിടെ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യമുണ്ട്. ഈ അന്ത്യകാലത്ത് നാം വിശ്വാസത്തിനു വേണ്ടി നിലനിൽക്കുന്നവരാണോ? വിശ്വാസത്തിനു വേണ്ടി നിലനിൽക്കുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ദൈവം നമുക്ക് നൽകിയ സത്യവിശ്വാസം ദൃശ്യവും അദൃശ്യവുമായ, അഥവാ മുഴു പ്രപഞ്ചത്തെ ഇല്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് വിളിച്ചു വരുത്തിയ, മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്ത, ഇന്നും അദൃശ്യനായി അരൂപിയായി ജീവിക്കുന്ന സർവശക്തനായ ദൈവം, ഈ ദൈവത്തിലുള്ള വിശ്വാസം, ഈ വിശ്വാസം സ്വീകരിച്ചവർ ഈ ഭൂമിയിൽ അന്യരും പരദേശികളെന്നോ എന്ന് നനച്ചുകൊണ്ട്, അഥവാ ഓർത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതങ്ങളെ വിശ്വാസത്തിനു വേണ്ടി പോരാടുവാൻ സമർപ്പിതരാണ്. അതെ, അവരിൽ ഹാബേൽ തുടങ്ങി എണ്ണിക്കൂടാത്ത ഒരു സംഖ്യയിൽ വലിയൊരു കൂട്ടമുണ്ട്. ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു ഹാബേൽ. നിരപരാധിയായി നീതിക്ക് വേണ്ടി രക്തസാക്ഷിയായി തീർന്ന ഹാബേൽ ഇന്നും ഒരു കൂട്ടം പേർ ഈ വിശ്വാസത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണ്.
അവരോടൊപ്പം നമുക്കും സത്യവിശ്വാസത്തിനു വേണ്ടി നിലനിൽക്കാം. നാം അന്യരും പരദേശികളുമെന്ന് ഓർക്കാം. എന്നാൽ നമുക്കൊരു സ്വന്തം ദേശം അഥവാ സ്വർഗം ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരുക്കം പൂർത്തിയായാൽ ആ ദൈവപുത്രൻ നമ്മെ ചേർക്കുവാൻ വീണ്ടും വരും. ഈ പ്രത്യാശയിൽ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതവാസം വിശ്വാസത്തോടെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ പോലെ വിശ്വാസത്തിനു വേണ്ടി പോരാടിക്കൊണ്ട് ജീവിത വിജയം കരസ്ഥമാക്കുവാൻ ഇന്ന് തിരുവചനം കേട്ട എല്ലാ പേരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു കൈക്കുഞ്ഞായി പിറന്നൊരാ നാളിലും തിരുക്കരം തന്നിലായി കാത്തവൻ നീ. ഒരു കൈക്കുഞ്ഞായി പിറന്നൊരാ നാളിലും തിരുക്കരം തന്നിലായി കാത്തവൻ നീ. പതറാതെ തളരാതെ കൈവിരൽ തുമ്പിനാൽ കരം പിടിച്ചെന്നെ നയിച്ചതും നീ. പതറാതെ തളരാതെ കൈവിരൽ തുമ്പിനാൽ കരം പിടിച്ചെന്നെ നയിച്ചതും നീ. എന്റെ ദൈവമേ, എന്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. എന്റെ ദൈവമേ, എന്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. ഒരു കോടി ജന്മമീ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും പഥികനായി പാപിയായി പാപത്തിൽ വീണിട്ടും പലവുരു താങ്ങി എന്നെ തുണച്ചവൻ നീ. പഥികനായി പാപിയായി പാപത്തിൽ വീണിട്ടും പലവുരു താങ്ങി എന്നെ തുണച്ചവൻ നീ. പാപമാം ലോകത്തിൻ മായയിൽ വീഴാതെ തിരുമാറിലെന്നെ നീ കാത്തിടേണേ. പാപമാം ലോകത്തിൻ മായയിൽ വീഴാതെ തിരുമാറിലെന്നെ നീ കാത്തിടേണേ. എന്റെ ദൈവമേ, എന്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. എന്റെ ദൈവമേ, എന്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും